നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായിരിക്കെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര എണ്ണക്കടത്തിനായി തുറന്നു നൽകിയാൽ മാത്രമേ ഇറാനുമായി സമാധാന കരാറിന് സാധ്യതയുള്ളൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംസാരത്തിനിടെ ഹോർമൂസ് കടലിടുക്കിനെ ട്രംപ് കടലിടുക്ക് എന്ന് വിശേഷിപ്പിച്ചതും വലിയ ചർച്ചയായിട്ടുണ്ട്. രണ്ടാമതും അധികാരമേറ്റ ശേഷം വാഷിംഗ്ടണിലെ നിരവധി പ്രമുഖ കെട്ടിടങ്ങൾക്ക് സ്വന്തം പേര് നൽകിയ ട്രംപിന്റെ പുതിയ പരാമർശം തികച്ചും അബദ്ധമാണെന്ന് അദ്ദേഹം പിന്നീട് തിരുത്തിയെങ്കിലും എന്റെ കാര്യത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാറില്ല എന്നുകൂടി കൂട്ടിച്ചേർത്തത് ആശങ്കയുണർത്തി. മയാമിയിൽ നടന്ന നിക്ഷേപക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു 79-കാരനായ ട്രംപ്. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും നിലവിൽ അവർ പ്രതിരോധത്തിലാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാന്റെ നാവിക വ്യോമസേനകൾക്കും ആണവ പദ്ധതികൾക്കും യുദ്ധത്തിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ട്രംപ് ആവർത്തിച്ചു. ഞങ്ങളിപ്പോൾ ചർച്ചകൾ നടത്തി വരികയാണ്. എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിരിക്കും. പക്ഷെ അവർ കടലിടുക്ക് തുറന്നേ മതിയാകൂ എന്ന് മയാമിയിൽ നടന്ന സൗദി പിന്തുണയുള്ള FII പ്രയോറിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ ട്രംപ് പറഞ്ഞു. അവർ ട്രംപ് കടലിടുക്ക് ഹോർമൂസ് എന്നാണ് ഉദ്ദേശിച്ചത്. എന്നോട് ക്ഷമിക്കണം, അതൊരു ഭയങ്കരമായ അബദ്ധമായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാധ്യമങ്ങൾ ഈ പരാമർശത്തെ പർവ്വതീകരിക്കുമെന്ന് പറഞ്ഞ ട്രംപ് തുടർന്ന് എന്റെ കാര്യത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാറില്ല, അധികമൊന്നും ഉണ്ടാകാറില്ല എന്നും പരിഹസിച്ചു. വീണ്ടും അധികാരത്തിലെത്തിയ ഉടൻ ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പുനർനാമകരണം ചെയ്യാൻ ഉത്തരവിട്ടതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. വ്യാഴാഴ്ച നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ വെനസ്വേലയിൽ ചെയ്തതുപോലെ ഇറാന്റെ എണ്ണയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഒരു ഓപ്ഷൻ ആണെന്നും ട്രംപ് പറഞ്ഞു. യുദ്ധം ഇപ്പോഴും ശക്തമായി തുടരുകയാണെന്ന വസ്തുത നിലനിൽക്കെയാണിത്. സ്വന്തം പേര് പതിപ്പിച്ച അമ്പരചുംബികളിലൂടെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രശസ്തനായ റിപ്പബ്ലിക്കൻ നേതാവ് ട്രംപ് വാഷിംഗ്ടണിലെ കെന്നഡി ആർട്സ് സെന്ററിനെ ട്രംപ് കെന്നഡി സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യുന്നതിന് മുൻപും സമാനമായ തമാശ കലർന്ന പരാമർശങ്ങൾ നടത്തിയിരുന്നു. വാഷിംഗ്ടണിലെ ഒരു സമാധാന ഇൻസ്റ്റിറ്റ്യൂട്ടിനും കഴിഞ്ഞ വർഷം ട്രംപിന്റെ പേര് നൽകിയിരുന്നു. സംഘർഷത്തിന് മുൻപ് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഹോർമൂസ് കടലിടുക്ക് തുറന്നിരുന്നുവെങ്കിലും ഇടുങ്ങിയ ജലപാത ഇപ്പോൾ നിശ്ചലമായിരിക്കുകയാണ്. ഇത് ആഗോള ഊർജ്ജ വില കുതിച്ചുയരാൻ കാരണമായി. ലോകത്തിലെ ആകെ എണ്ണ നീക്കത്തിന്റെ 1/5 കടന്നു പോകുന്ന ഈ കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് ഇറാൻ സ്ഥിരമായ ഒരു ടോൾ സമ്പ്രദായം ഏർപ്പെടുത്താൻ ശ്രമിക്കുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാലും പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിനെ ട്രംപ് കടലിടുക്ക് എന്ന് വിശേഷിപ്പിച്ച ഡൊണാൾഡ് ട്രംപിന്റെ നടപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു നാക്കുപിഴവല്ല എന്നും പ്രധാനപ്പെട്ട ആഗോള ജലപാതകൾക്ക് മേൽ അമേരിക്കൻ ആധിപത്യം ഉറപ്പിക്കാനുള്ള നീക്കത്തിന്റെ സൂചനയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വാഷിംഗ്ടണിലെ പ്രമുഖ സ്ഥാപനങ്ങളെ സ്വന്തം പേരിൽ പുനർനാമകരണം ചെയ്ത ട്രംപിന്റെ മുൻകാല നടപടികൾ ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഇറാനുമായുള്ള സമാധാന കരാറിന് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്ന കർശന വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ ആഗോള ഊർജ്ജ വിപണിയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ എണ്ണ നീക്കത്തിന്റെ 1/5 കടന്നു പോകുന്ന ഈ പാതയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുക എന്ന തന്ത്രപരമായ നീക്കമാണിത്. എന്നാൽ തനിക്ക് അബദ്ധങ്ങൾ സംഭവിക്കാറില്ലെന്ന ട്രംപിന്റെ പ്രസ്താവന വരും ദിവസങ്ങളിൽ ഇറാനുമായുള്ള ചർച്ചകൾ എങ്ങനെ ബാധിക്കുമെന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട്.